ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കീഴിലും സെന്റ് തോമസ് ധ്യാന കേന്ദ്രം ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഒരുക്കുന്ന തിരുവചന സന്ദേശം വചനസന്ധ്യയിലേക്ക് ദൈവനാമത്തിലേവരെയും സ്വാഗതം ചെയ്യുന്നു. 33 ശുദ്ധമുള്ള സങ്കീർത്തനം 20-21 വചനങ്ങൾ. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കുകയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കുന്നു. ഹൃദയം ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയം വയ്ക്കണം. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ നോമ്പിന്റെ പരിശുദ്ധമായ ദിനങ്ങളിലേക്ക് പ്രാർത്ഥനയോടെ നാം ഒരുങ്ങുകയാണ്. ഇതാ ഒരു നോമ്പിന്റെ പടിവാതിക്കൽ ഞാനും നിങ്ങളും എത്തിയിരിക്കുകയാണ്. വലിയ നോമ്പിന്റെ പ്രവേശനത്തിൽ അതിനാരംഭം കുറിക്കുന്ന ഈ പേത്രത്തെ ഞായറാഴ്ച, കൊത്തനെ ഞായറാഴ്ച എന്ന പേരിൽ ഗലീലായിലെ കൊത്തനെ പട്ടണം, കാന എന്ന് വിളിക്കപ്പെടുന്ന ആ പട്ടണത്തിൽ നടന്ന സർവശക്തനായ ദൈവപുത്രന്റെ സ്വർഗീയമായിരിക്കുന്ന ഇടപെടൽ നാം കാണുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനമാണ്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഗലീലായിലെ കാനാവിൽ 3-ാം നാൾ കല്യാണ വിരുന്ന്. കർത്താവും ശിഷ്യന്മാരും യേശുക്രിസ്തുവിന്റെ അമ്മയായ കന്യകമർത്തമറിയം അമ്മയും ഉൾപ്പെടുന്ന ഒരു സമൂഹം ക്ഷണിക്കപ്പെട്ട അതിഥികളായി ആ ഭവനത്തിൽ വിരുന്നിന് ചെല്ലുന്നു. അവിടെയുള്ള കുറവ് പരിശുദ്ധ ദൈവമാതാവിന്റെ ക്രിസ്തുവിന്റെ അടുക്കലുള്ള ആ സ്വർഗീയമായ മധ്യസ്ഥത വഴിയായി ആ കുറവിനെ വലിയ ഒരു അനുഗ്രഹമാക്കി മാറ്റി ദൈവത്തിന്റെ അത്ഭുതം അവിടെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗങ്ങളെ പ്രാർത്ഥനയോടുകൂടെ നാം ധ്യാനിക്കുകയാണ്. ശുദ്ധമുള്ള വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് ഇടയാകണം. കാനാവിലെ ആ കല്യാണ ഭവനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഒരു തുറന്ന പുസ്തകമായി മാറുകയാണ്. തകർന്നുപോയ ഒരു ജീവിത സാഹചര്യത്തെ ആ വചനഭാഗത്ത് നമ്മൾ ഓരോരുത്തരും കാണുന്നുണ്ട്. കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയ ഒരു ജീവിത ചുറ്റുപാട്. വിവാഹം എന്ന് പറയുന്നത് വലിയ സന്തോഷത്തിന്റെ ഒരു ഒത്തുചേരലിന്റെ അനുഭവമാണ്. എന്നാൽ ഒരു വിരുന്ന് ഭവനം ഒരു വിലാപ ഭവനത്തിന്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടുത്തു വരുന്ന നിമിഷങ്ങളാണ് ക്രിസ്തുവിന്റെ സ്വർഗീയമായിരിക്കുന്ന ഇടപെടൽ നാം അവിടെ കാണുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളും പലപ്പോഴും ഇങ്ങനെയാണ്. താളം തെറ്റിയ ജീവിതങ്ങൾ, തകർന്നുപോയ ജീവിത അനുഭവങ്ങൾ, കണക്ക് കൂട്ടലുകൾ പലപ്പോഴും തെറ്റിപ്പോയി പരാജയപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ. എന്നാൽ ഓർക്കണം പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരാജയപ്പെട്ട് ജീവിക്കുവാനുള്ളതല്ല എന്റെ ജീവിതം. തകർന്നുപോയി തകർന്നടിയേണ്ട ജീവിതമല്ല എന്റെ ജീവിതം. അവിടെ ക്രിസ്തു നിത്യമായ സന്തോഷം നൽകുന്ന ഒരു അനുഭവമുണ്ട്. അവൻ നമ്മുടെ രക്ഷകനായി നമ്മെ വീണ്ടെടുക്കുമ്പോൾ ആ സ്വർഗീയമായിരിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് ഇടയായി തീരണം. എങ്ങനെയാണ് തകർന്നുപോയ ജീവിത അനുഭവങ്ങളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയ പരാജയപ്പെട്ട ജീവിതാനുഭവങ്ങളെ എങ്ങനെ വിജയപ്രദമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും? ഈ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്ന ഈ ദിനങ്ങളിൽ ഈ വചന സന്ദേശം നമുക്ക് അതിനൊരു മുഖാന്തരമാവുകയാണ്. ആത്മീകമായിരിക്കുന്ന ഒരു വിജയം, ആത്മീകമായിരിക്കുന്ന ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തെ ഒരു ഒരിക്കലിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകണം. സ്നേഹമുള്ളവരെ,
ആത്മാവിന്റെ വേദനയാകണം നോമ്പ് എന്ന് പറയുന്നത്. നോമ്പിനെ പറ്റി നാം പറയുന്നുണ്ട്, നോവുള്ള ഒരു അൻപാണ് നോവ്. നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ ആത്മാവിനെ ഒരുക്കുവാനുള്ള ഒരു മുഖാന്തരമായിട്ട് ഈ നോമ്പ് കാലഘട്ടം മാറണം. ഈ വചന സന്ദേശത്തിൽ നിന്ന് വളരെ വേഗത്തിൽ 1-2 ചിന്തകൾ പങ്കുവെച്ച് വാക്കുകളെ ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒന്നാമതായി, ഉള്ളമറിയുന്നവനെ, ഉന്നതനെ സമീപിക്കുന്നവർക്കാണ് ആത്മീക അനുഭവങ്ങളെ കാണാൻ സാധിക്കുന്നത്. ഉള്ളമറിഞ്ഞ് ഉന്നതനെ സമീപിക്കുന്നവന്റെ ജീവിതത്തിൽ വിജയങ്ങളുടെ ഒരു തുടർക്കഥ കാണുവാനായിട്ട് സാധിക്കും. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം, യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനോടും ശിഷ്യന്മാരോടും ഒരുമിച്ച് ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയായിരുന്നു പരിശുദ്ധ അമ്മ ആ വിരുന്ന് ഭവനത്തിൽ. എന്നാൽ മറ്റുള്ളവന്റെ ഉള്ളം അറിഞ്ഞ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിലെ എന്താണ് കുറവെന്ന് കണ്ടെത്താൻ ആ അമ്മയ്ക്ക് വളരെ വേഗത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. കുറവുകൾ കണ്ടെത്താൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തി അത് സമൂഹത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ 4 ആളുകളുടെ മുമ്പിൽ ഒരു പരിഹാസ വിഷയമാക്കി എടുക്കുവാനൊക്കെ തത്രപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഈ വചനഭാഗം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങളാകണം വലിയ നോമ്പിന്റെ ദിനങ്ങൾ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ കാട്ടിത്തരുന്നതും അത് തന്നെയാണ്. ആ ഭവനത്തിന്റെ വേദനയെ കാരുണ്യത്തിന്റെ നിറകുടമായവനെ സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മ, ആ ഭവനത്തിന്റെ കുറവിനെ കരുണാമയനായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അവർക്ക് വീഞ്ഞില്ല മകനെ. പ്രിയപ്പെട്ടവരെ, കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പരിശുദ്ധ അമ്മ. ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തിൽ നമുക്കും ചിലതൊക്കെ പ്രവർത്തിക്കുവാനുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ പറഞ്ഞ് ചെയ്യാനുള്ളതല്ല, ചിലതൊക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എവിടെയാണെന്ന് കുറവുകളെന്ന് കണ്ടെത്താൻ നമുക്കിടയാകണം. എന്റെ ആത്മീക ജീവിതത്തിലെ കുറവ് എന്തെന്ന് കണ്ടെത്താനുള്ള ഒരു വിളിക്കപ്പെട്ട ദിനങ്ങളാകണം ഈ ദിവസങ്ങൾ. കാനാവിലെ വിരുന്ന് ഭവനം നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. നമ്മുടെ ഉള്ളം അറിയണം, മറ്റുള്ളവന്റെ ഉള്ളം അറിയണം, അവന്റെ വേദന അറിയണം. ആ വേദനകളെ ഉന്നതനായ ദൈവത്തിൽ പരിശുദ്ധ അമ്മ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. ശുദ്ധമുള്ള പ്രഭാഷകന്റെ പുസ്തകം 2:6 വചനം ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. ശുദ്ധമുള്ള ഇരമ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം, നിന്നെ രക്ഷിപ്പാൻ നിന്നോടുകൂടെ ഞാനുണ്ടെന്നുള്ളൊരു ശബ്ദം. പരിശുദ്ധ അമ്മയെ പോലെ ഉള്ളങ്ങൾ അറിഞ്ഞ് മറ്റുള്ളവന്റെ മനസ്സറിഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുവാൻ, അവന് സഹായം ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നമ്മുടെ ജീവിതവും ആത്മീകമായിട്ട് ഉണർവുള്ളതും വിജയപ്രദവുമായിട്ട് മാറുകയാണ്. രണ്ടാമതായി, നമ്മുടെ ജീവിതം വിജയമുള്ള ഒരു ജീവിതമായി മാറണമെങ്കിൽ അതിഥിയിൽ നിന്ന് നാഥനിലേക്ക് വളരാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഭവനത്തിൽ ക്രിസ്തു അതിഥിയാണ്. എന്നാൽ ഈ അതിഥിയിൽ നിന്ന് ആ ഭവനത്തിന്റെ നാഥനായി, നായകനായി, നടത്തിപ്പുകാരനായി ക്രിസ്തു മാറുകയാണ്. ശുദ്ധമുള്ള യോഹന്നാൻ 2:2 വചനം ഓർമ്മപ്പെടുത്തുകയാണ്, അവൻ ക്ഷണിക്കപ്പെട്ട ഒരു വിരുന്നുകാരനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ക്ഷണിക്കപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നമ്മുടെ ഭവനത്തിൽ വിരുന്നുകാരായി വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ നാം വിരുന്നുകാരായി പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ആ സാഹചര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരും. എന്നാൽ എന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം എനിക്ക് എങ്ങനെയാണ്? നിന്റെ ചെറുതോ വലുതോ ആയ ജീവിതത്തെ നയിക്കുന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ? സമ്പത്തോ സ്ഥാനമാനങ്ങളോ നമ്മുടെ കണക്കുകൂട്ടലുകളെക്കാൾ അപ്പുറമായിട്ട് ക്രിസ്തു ജീവിതത്തിന്റെ
അമരത്ത് നാഥനായി വഴികാട്ടിയായി ഉണ്ടാകണം. ജീവിതത്തിന്റെ പടകിൽ അമരത്ത് ഉറങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യമാണോ എന്റെ ജീവിതത്തിൽ എന്ന് നാം ചിന്തിക്കണം. 91 സങ്കീർത്തനത്തിന്റെ 1-2 വചനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയുക. ക്രിസ്തുവിനെ ആശ്രയം വെക്കണമെങ്കിൽ അവൻ അതിഥിയല്ല, നേരെ മറിച്ച് എന്റെ രക്ഷകനാണ്, എന്റെ കോട്ടയാണ്, എന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന് പറയുവാനായിട്ടിടയാകണം. മൂന്നാമതായി, വക്കോളം നിറയപ്പെടുമ്പോൾ വാനോളം ഉയർത്തപ്പെടും. വക്കോളം നിറയ്ക്കപ്പെടുന്ന ഒരു അനുഭവം. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 2:7-8 വചനങ്ങൾ, വെള്ളം നിറപ്പീൻ എന്ന് അവൻ പറഞ്ഞു, ക്രിസ്തു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷക്കാർ വക്കോളം നിറച്ചു. വക്കോളം നിറയ്ക്കാൻ അവരോട് പറഞ്ഞില്ല, വെള്ളം നിറയ്ക്കാനേ ആവശ്യപ്പെട്ടുള്ളൂ. എന്നാൽ ആ പാത്രത്തിന്റെ വക്കോളം അവർ നിറച്ചു. പ്രിയപ്പെട്ടവരെ, പച്ചവെള്ളത്തെ വക്കോളം നിറയ്ക്കുന്ന ഒരു അനുഭവം. ഓർക്കണം, ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്യണം. നമ്മളും കഠിനാധ്വാനം ചെയ്യണം. നമ്മളാലാവുന്നതിന്റെ അപ്പുറത്ത് നമുക്ക് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, കുറച്ച് ക്ഷമിക്കാനല്ല, ആവുന്നിടത്തോളം ക്ഷമിക്കാൻ. ക്രിസ്തു പറഞ്ഞില്ലേ, 7 വട്ടമല്ല 70 വട്ടം ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, പരിധികൾക്കപ്പുറമായിട്ട് സ്നേഹിക്കണം, ക്ഷമിക്കണം. സഹനത്തിന്റെ പാതകളിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. വക്കോളം നിറയപ്പെടുമ്പോൾ അത് വാനോളം ഉയർത്തപ്പെടുന്ന ഒരനുഭവം ഉണ്ടാകും. സ്നേഹമുള്ളവരെ, നാലാമതായി, വിശ്വാസത്തിന്റെ ശിഖരത്തിലാണ് അത്ഭുതത്തിന്റെ പുഷ്പങ്ങൾ നിറയുന്നത്. 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം നാം ഇങ്ങനെ കാണുന്നുണ്ട്, ശിഷ്യന്മാർ ക്രിസ്തുവിൽ വിശ്വസിച്ചു. ആ ക്രിസ്തുവിൽ ശിഷ്യന്മാർ വിശ്വസിക്കുന്നതിന് തൊട്ട് മുമ്പ് പരിശുദ്ധ അമ്മ ക്രിസ്തുവിൽ വിശ്വസിച്ചെന്ന് കാണാൻ സാധിക്കും. വെള്ളം കോരിയ പരിചാരകർ, ആ ശുശ്രൂഷകർ ക്രിസ്തുവിൽ വിശ്വസിച്ചെന്ന് കാണും. വിശ്വാസത്തിന്റെ അനുഭവത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പെയ്തിറങ്ങും. അങ്ങനെയുള്ള ജീവിതങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ ദൈവകൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ആ പരിശുദ്ധാത്മാവിന്റെ വഴികാട്ടലാണ് ഈ നോമ്പിന്റെ നാളുകൾ. പരിശുദ്ധാത്മാവിൽ നമ്മെ വഴി നടത്തണം ഈ നോമ്പിന്റെ നാളുകളിൽ. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 4:1 വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ക്രിസ്തുവിനോടുകൂടെ വസിക്കാൻ, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ നിറയാൻ ഈ വലിയ നോമ്പിന്റെ നാളുകൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.